ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നൈറ്റ് സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി ആയിക്കണേ. അപ്പോൾ ഞാൻ കറണ്ട് അഫെയർ 2024 കറണ്ട് അഫെയർ ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് അഫെയറിൻ്റെ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് 2024 ജനുവരി കംപ്ലീറ്റ്. 2024 ജനുവരി 1 ഡിജിറ്റൽ സാക്ഷരത. ഇന്ത്യയിലെ ആദ്യ നഗരസഭ, ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് ഏത്? കൊട്ടാരക്കര. ഇനി അതുപോലെ AI പ്രോസസ്സർ നിലവിൽ വന്ന ആദ്യ സർവകലാശാല ഏതാണെന്ന് വെച്ചാൽ കേരള ഡിജിറ്റൽ സർവകലാശാല. AI പ്രോസസ്സറിന് നൽകിയ പേരാണ് കൈരളി. AI പ്രോസസ്സറിന് നൽകിയ പേരെന്താണ്? കൈരളി. ഭിന്നശേഷിക്കാരുടെ തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിന് നടക്കുന്ന പ്രചരണ ജാഥയാണ് തന്മുദ്ര. അതിൻ്റെ വെബ്സൈറ്റ് ഏതാണ്? തന്മുദ്രയാണ്. സീ ഫുഡ് കഫേ വരുന്നത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം ജില്ലയിലെ ആഴക്കുളത്താണ്. ആദ്യ സീ ഫുഡ് പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് അരൂർ ആലപ്പുഴയിലാണ്. മെഗാ സീ ഫുഡ് പാർക്ക് വരുന്നത് ചേർത്തല ആലപ്പുഴയിലാണ്. ഓക്കെ, സീ ഫുഡ് കഫേ വരുന്നത് ആഴക്കുളത്ത് നിന്നാണ്. സീ ഫുഡ് പാർക്ക് വരുന്നത് അരൂർ എന്നാണ്. മെഗാ സീ ഫുഡ് പാർക്ക് വരുന്നത് ചേർത്തല ആലപ്പുഴയിൽ നിന്നാണ്. ഇനി തുളസീവനം ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ അത് കോന്നിയിലാണ്. തുളസീവനം ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നിയിലാണ്. മേഘമല വെള്ളവരയനെ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അത് മേഘമല വെള്ളിവരയൻ ഒരു ചിത്രശലഭമാണ്. ഓക്കെ, ഇനി വടക്കൻ കങ്കാരു ഓന്തിനെ കണ്ടെത്തിയത് ഇടുക്കിയിലെ കുളമാവിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കൊച്ചിൻ ഡ്രൈ ഡോക്കാണ്. ഇനി പ്രാപ്യം എന്ന് പറഞ്ഞാൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആംഗ്യഭാഷാ പരിശീലനമാണ് പ്രാപ്യം. ഇനി നമ്മുടെ കുണ്ടറ വിളംബരം നടന്നിട്ട് 2024 ആവുന്ന സമയത്ത് അതിൻ്റെ 215-ാം വാർഷികത്തിലെത്തി നിൽക്കുകയാണ്. കൊട്ടാരക്കര ഭദ്ര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ കൊട്ടാരക്കര ഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ദബാരി ക്യൂരുവി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണിത്. ദബാരി ക്യൂരുവി എന്ന് പറയുന്നത്. അതിൻ്റെ സംവിധായകൻ പ്രിയനന്ദനാണ്. ഭാഷ ഏതാണ്? ഇരുള ഗോത്ര ഭാഷയാണ്. ഇനി നളിനികാന്തി സിനിമ സംവിധാനം ചെയ്തത് സുഷ്മേഷ് ചന്ദ്രോസാണ്. അതായത് നളിനികാന്തി സിനിമ സംവിധാനം ചെയ്തത് സുഷ്മേഷ് ചന്ദ്രോത്താണ്. ടി പത്മനാഭൻ്റെ കഥയാണ് അതിലെ പ്രമേയം. 2023 22ാമത് കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? അത് ടി പത്മനാഭനാണ്. ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവനാണ്. ഓക്കെ, ഇനി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് MK സാനുവാണ്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം MK സാനു. 2023 MK സാനു പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. ഒന്ന് ഫാസ്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. AI പ്രോസസ്സർ നിലവിൽ വന്ന ആദ്യ ഇന്ത്യ സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. അതിൻ്റെ പേര് കൈരളി എന്നാണ്. ഭിന്നശേഷിക്കാരുടെ തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്ന പ്രചാരണ ജാഥയാണ് തന്മുദ്ര. വെബ്സൈറ്റ് തന്മുദ്രയാണ്. സീ ഫുഡ് കഫേ വരുന്നത് ആഴക്കുളം തിരുവനന്തപുരത്താണ്. സീ ഫുഡ് പാർക്ക് അരൂരാണ്. മെഗാ സീ ഫുഡ് പാർക്ക് വരുന്നത് ചേർത്തലയാണ്. തുളസീവനം ഇക്കോ ടൂറിസം കേന്ദ്രം വരുന്നത് കോന്നിയിലാണ്. മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്നത് ചിത്രശലഭമാണ്. വടക്കൻ കങ്കാരു ഓന്ത് കണ്ടെപ്പെടുന്നത് ഇടുക്കിയിലെ കുളമാവിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് വരുന്നത് കൊച്ചിയിലാണ്. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാപ്യം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആംഗ്യഭാഷാ പരിശീലനമാണ്. 215 വാർഷികമാണ് കുണ്ടറ വിളംബരത്തിനായത്. കൊട്ടാരക്കര ഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദബാരി ക്യൂരുവി എന്ന ലോകത്ത് ആദ്യമായി ആദിവാസി മാത്രം അഭിനയിച്ച സിനിമയാണ്. സംവിധാനം പ്രിയനന്ദൻ. ഭാഷ ഇരുള ഗോത്ര. പിന്നെ നളിനികാന്തി സിനിമ സംവിധാനം ചെയ്തത് സുഷ്മേഷ് ചന്ദ്രോസ് ആണ്. ടി പത്മനാഭൻ്റെ കഥയാണ്. 2023 രണ്ടാമത് കേരള ജ്യോതി പുരസ്കാരം നേടിയ ടി പത്മനാഭനാണ്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം MK സാനു. 2023 MK സാനു പുരസ്കാരം MT വാസുദേവൻ നായരാണ്. നാരകങ്ങളുടെ ഉപമ E സന്തോഷ് കുമാറിൻ്റെതാണ്. 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസ്. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസ്. 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയത് PR കുമാര കേരളവർമ്മയാണ്. 2021 സ്വാതി സംഗീത പുരസ്കാരം.
2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് PN ഗോപി കൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് അംബികാസുധൻ മങ്ങാടാണ്. പ്രാണവായു. ഓക്കെ. 2024 രാജ്യാന്തര കായിക ഉച്ചകോടി നടന്നത് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബാണ്. അത് കേവാക്കാണ്. കേവാക്ക് എല്ലാവർക്കും കായിക ക്ഷമത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയുള്ള സൈനിക സ്കൂളാണ് സാംവിത് ഗുരുകുളം ഗേൾസ് വൃന്ദാവൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയുള്ള സൈനിക സ്കൂളാണ് സാംവിത് ഗുരുകുളം ഗേൾസ് വൃന്ദാവൻ. ഇനി ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മുംബൈ ടു നേവി മുംബൈ അഥവാ സേവരി ടു റായ്ഗഡ്. പേര് അടൽ സേതു പാലമാണ്. വാജ്പേയിയുടെ പേരാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ്. സഹായം നൽകിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ഹാവിഷ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എതിർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വികസിപ്പിച്ച വാക്സിനാണ് ഹാവിഷ്വർ. പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി അത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം, പരാക്രം ദിവസ്. ജനുവരി 23 ദേശീയ കയ്യെഴുത്ത് ദിനം. ജനുവരി 23 ദേശീയ കയ്യെഴുത്ത് ദിനം. നാഷണൽ വോട്ടേഴ്സ് ഡേ വരുന്നത് ജനുവരി 25 പ്രീതി രജക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കരസേനയുടെ പരിപാടിയാണ്. നാവിക അതായത് ഇന്ത്യൻ കരസേനയുടെ സുബേദാറാണ് പ്രീതി രജക്. ദക്ഷിണ നാവികസേനാ മേധാവി വി ശ്രീനിവാസാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് രൂപ അല്ലെങ്കിൽ റുപ്പി ഡിജിറ്റൽ റുപ്പി. ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന് പറയുന്നത് ബൃന്ദ കാരാട്ടിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. ഡോക്ടർ പ്രഭ അത്രെ അതായത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ബഹുമതി 2023 ലഭിച്ചിട്ടുണ്ട്. മുനവ്വർ റാണ ഉറുദു കവിയാണ്. കുഫ്രി ഉദയ് സങ്കരയിനം ഉരുളക്കിഴങ്ങാണ്. എക്സ്പോസാറ്റ് എക്സ്റേ പോളാർ മീറ്റർ സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ്. ISROയുടെ ഫസ്റ്റ് ദൗത്യമാണ് 2024 ജനുവരി 1 വിക്ഷേപിച്ചത്. PSLV-C 58 PSLV-Cയുടെ 60ാമത്തെ ദൗത്യമാണ്. നെക്സ്റ്റ് വിസാറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ എക്സ്പോസാറ്റിൻ്റെ കൂടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് വിസാറ്റ്. 10 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ISROയുടെ ചെയർമാൻ സോമനാഥും VSSCയുടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനുമാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി വരുന്നത് റഷ്യയിലാണ്. 2023 ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, UAE, സൗദി അറേബ്യ, എത്തോപ്യ, ഇറാൻ, ഈജിപ്ത്. UAE, സൗദി അറേബ്യ, എത്തോപ്യ, ഇറാൻ, ഈജിപ്ത്. പിന്നെ ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് ഇറാൻ്റെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റാണ് സെറായ. ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ന്യൂറാലിങ്ക്. മൈക്രോസോഫ്റ്റ് ഏറ്റവും ആസ്തിയുള്ള കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഇഷ ജോസ്ലിൻ ചുഴലിക്കാറ്റ് വീശിയത് ഇംഗ്ലണ്ടിലാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രമാണ് ഓപ്പൺഹൈമർ. സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. നടൻ കിലിയൻ മർഫിയാണ്. ഓപ്പൺഹൈമറിലെ നടി ലിലി ഗ്ലാസ്റ്റഡ് ആണ്. ഗോത്രവർഗ നടിയാണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സിനിമയാണ് RRR. സംഗീതം നൽകിയത് MM കീരവാണി. അപ്പം 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം ഓപ്പൺഹൈമറാണ്. സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. നടൻ കിലിയൻ മർഫിയാണ്. നടി ലിലി ഗ്ലാസ്റ്റഡ് ആണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് RRR ആണ്. അതിന് സംഗീത സംവിധാനം നൽകിയത് MM കീരവാണി. 2024 ജനുവരിയിൽ ചെസ് റാങ്കിൽ 1ാമതെത്തിയത് പ്രജ്ഞാനന്ദയാണ്. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഒരുമ. ഒറ്റിക്കൊടുത്താലും എന്നെയും സ്നേഹമേ പ്രഭാവർമ്മയുടേതാണ്. 2023 ഖേലോ ഇന്ത്യ നടന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് QCFI ദേശീയ പുരസ്കാരം ലഭിച്ചു. 2024 സ്വാതന്ത്ര്യ സമര സേനാനിയായ ഉണ്ണേരി അന്തരിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. വജ്ര ജൂബിലി നിറവിൽ സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 ഇൻ്റർനാഷണൽ കയാക്കിംഗ് വേദി വന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ഹിമപ്പുലികൾ 718 ഇന്ത്യയിലെ ഹിമപ്പുലികൾ. ഏറ്റവും കൂടുതലുള്ളത് ലഡാക്കിലാണ്. വനം വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ചാൽ ഭൂപേന്ദ്ര യാദവാണ്. ഇന്ത്യൻ ആർമി വ്യോമസേന അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് സിലിഗുരി ഇടനാഴി. ഇന്ത്യ UAE അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. ഇന്ത്യ സൗദി അറേബ്യ സൈനിക അഭ്യാസം സദാ തൻസീക്ക്.